ചാടികൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഒപ്പം കണ്ണൂരിലുള്ള നീലിയാർകോട്ട എന്ന് പറഞ്ഞ കാവ് കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാവിലേക്കുള്ള എൻട്രൻസ്. ഒരു 20 ഏക്കർ വിസ്തീർണമുള്ള വലിയ കാവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കണ്ടുകൊണ്ട് കാണാം. കണ്ണൂർ ജില്ലയിലാണ് ഈ കാവുള്ളത്. ധർമ്മശാലയ്ക്കടുത്ത് മങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്ത്. ഇപ്പോൾ ചെറിയ വീട് എന്ന കുടുംബക്കാരാണ് ഈ കാവിൻ്റെ മേൽനോട്ടം നടത്തി വരുന്നത്. ഈ കാവിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നീലി എന്ന ഒരു കീഴാള യുവതി അവിടുത്തെ നാടുവാഴിയാൽ കൊല്ലപ്പെടുകയും അവരൊരു രക്തരാക്ഷസായി മാറുകയും ചെയ്തു. പക്ഷെ പിന്നീട് വളരെ സ്നേഹമയായിട്ടുള്ള അമ്മയുടെ രൂപം പ്രാപിച്ച് കാളികാട്ട് ഇല്ലത്തിലൊരു തന്ത്രി കൊട്ടിയൂരിൽ നിന്ന് ദർശനം നടത്തി മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മങ്ങാട്ടുപറമ്പിൽ നരിയും പശുവും ഒന്നിച്ച് ജീവിക്കുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും തന്ത്രി അത് പ്രകാരം ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഒരുപാട് സസ്യങ്ങളെയും ജന്തുക്കളെയും എല്ലാം നമുക്കിവിടെ കാണാം. ഇപ്പം നമ്മൾ കണ്ട ആ ചിത്രശലഭമുണ്ടല്ലോ, അറ്റ്ലസ് എന്നാണ് അതിൻ്റെ പേര്. ചില സമയത്തൊക്കെ സൂര്യവെളിച്ചം താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കട്ട പിടിച്ച് കിടക്കുന്ന കാടാണ് ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് വള്ളികളും വേരുകളും, വള്ളിയാണോ വേരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്യുഗ്രമായിട്ടുള്ള ഒരു കാവാണ് ഇത്. ഈ വടക്കേ മലബാറിലൊക്കെ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് കേട്ടോ നീലിയമ്മ. നീലിയമ്മയുടെ ആരാധനാ സ്ഥലങ്ങളാണ് നീലിയാർകോട്ടം എന്നറിയപ്പെടുന്നത്. ഒരുപാട് തരത്തിലുള്ള സസ്യലതാദികളിവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ കൂടെയുള്ള മധുമാഷി പറഞ്ഞത് ഏതാണ്ട് 200 തരത്തിലുള്ള സസ്യലതാദികൾ ഇവിടെ ഉണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 20 ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു വലിയ കാവാണ്, സ്വകാര്യ വ്യക്തിയുടെ കാവാണ്. അപ്പോൾ 1 ഏക്കർ സ്ഥലം തന്നെ നമ്മൾ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയും നമുക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ 20 ഏക്കർ സ്ഥലം ഇതുപോലത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. പിന്നെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ വീഡിയോയിലൂടെയോ ഇതിലൊന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കണ്ടറിയുക എന്നുള്ളതാണ്. മരക്കാശാവ് എന്ന് പറഞ്ഞൊരു മരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മരം. ഇതാണ് ഈ നരിമട എന്നറിയപ്പെടുന്ന സ്ഥലം. കണ്ടാലും ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീലിയാർകോട്ട ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന്. അവിടെ ഒറ്റത്തിറ തെയ്യങ്ങൾ നടക്കാറുണ്ട്. ഈ ഇവിടുത്തെ ആരാധന സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മേൽക്കൂരയൊന്നുമില്ല. മറ്റു കാവുകളിലൊക്കെ തെയ്യം വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുമ്പോൾ നീലിയാർകോട്ടത്ത് ഭക്തർ നേർച്ച നടത്തും. എപ്പോഴും ഭക്തരെ എപ്പോഴൊക്കെ നേർച്ച നടത്തുന്നോ അപ്പോഴൊക്കെ തെയ്യം കിട്ടുന്നുണ്ട്. കടും ചുവന്ന നിറങ്ങളും ഒറ്റച്ചിലമ്പും ഒക്കെ ഇട്ടുള്ള കാൽച്ചിലമ്പെല്ലാം ഇട്ടിട്ടുള്ള തെയ്യ കോലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ആ മുള കൊണ്ട് ആ മുടി കണ്ടോ, ആ മുടിക്ക് ഏതാണ്ട് ഒരു 20 അടി ഉയരമുണ്ട്. മുള കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള തെയ്യം കലാകാരന്മാരാണ് ഈ ഒറ്റത്തിറ അവതരിപ്പിക്കുന്നത്. കുട്ടികളുണ്ടാവാനും ഇഷ്ടമുള്ള കല്യാണം നടക്കാനൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വഴിപാട് നേരുന്നത്.